ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ബെഡ്റൂം, അതായത് 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 150 സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയ ബെഡ്റൂമിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, എത്ര സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് അറ്റാച്ച്ഡ്, അതേ റൂമിനോട് അറ്റാച്ച് ചെയ്ത ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് 90 സെൻറ്റിമീറ്റർ ഡോറാണ് വരുന്നത്. 90 സെൻറ്റിമീറ്റർ ഡോറ് നമുക്ക് മറയുന്ന സ്ഥലം കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം നമ്മുടെ മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. അത് 8 മോഡ്യൂളിൻ്റെയാണ് സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്ലോർ ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഡോറ് കഴിഞ്ഞതിന് ശേഷമാണ് 8 മോഡ്യൂളിൻ്റെ വെച്ചിരിക്കുന്നത്. 2 2 വേ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു ലൈറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും 2 2 വേ എന്ന് പറയുമ്പോൾ 2 മോഡ്യൂൾ, ഒരു ലൈറ്റ് എക്സ്ട്രാ വരുമ്പോൾ 3 മോഡ്യൂൾ, പിന്നെ ഒരു സ്വിച്ചും പ്ലഗ് കൂടി 6 മോഡ്യൂൾ, പിന്നെ 2 നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കട്ടിലിടുന്ന സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇടാം. കട്ടിലിടുന്നതിന് ശേഷം ഇതിന് ശേഷം അപ്പുറത്തേക്കാണ് കട്ടിലിടുന്നത്. അപ്പോൾ കട്ടിലിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ മുകളിൽ ഹൈറ്റായിട്ട് 8 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞ രീതിയിൽ 2 വേയുടെ, അതായത് നമ്മുടെ 2 വേ കൺട്രോളിങ് വരുന്നുണ്ട്. അതായത് ഹൈറ്റ് കൊടുത്തിട്ട് 90, 2 വേ കൺട്രോളിങ് വരുന്നുണ്ട്, റെഗുലേറ്റർ വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു സ്വിച്ച് പ്ലഗ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ മാസ്റ്റർ സ്വിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, AC വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒരു 8 മോഡ്യൂളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലഗ്, അതായത് റൂം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് അത്യാവശ്യം ഒരു സിസ്റ്റം കുത്തുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തേപ്പൊട്ടി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനോ ചെറിയ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റം വയ്ക്കുന്നതിന്, പഠിക്കുന്ന ഏരിയയിലെ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് നമ്മൾ അവിടെ ഒരു 4 മോഡ്യൂളിൻ്റെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ബോക്സിൽ നിന്നാണ് അങ്ങോട്ട് വെട്ടിയിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റുകൾ, അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പോയിൻറ്റ് ഫാനിൻ്റെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റ് പോയിൻ്റ് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്യൂബ് സെറ്റ്, ഒരു ഫാൻ, പിന്നെ ഒരു എക്സ്ട്രാ ലൈറ്റ്, അതായത് ഒരു ഹോൾഡർ, ഒരു ട്യൂബ് സെറ്റ്, ഒരു ഫാൻ, ഇത്രയും ഒരു നോർമൽ ഒരു റൂമിൻ്റെ അകത്ത് വരാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകാം. ഇവിടെ നിന്നും അത് മെയിനായിട്ട് സർക്യൂട്ട് വരുന്നത് ഈ ബോക്സിലേക്കാണ്. DBയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ബോക്സിലേക്കാണ് സർക്യൂട്ട് വരുന്നത്. ഇത് നേരെ നമ്മൾ വന്നിരിക്കുന്നത് നേരെ സർക്യൂട്ട് വന്നിരിക്കുന്നു. പിന്നെ ഈ സൈഡിലേക്ക് നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന ആ സൈഡിലേക്ക് പോയിരിക്കുന്ന പൈപ്പ്, പിന്നെ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ സ്വിച്ച് പൈപ്പ്, പിന്നെ നേരെ വന്നതിന് ശേഷം നമുക്ക് കണ്ടോ ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 3 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മോഡ്യൂളായാലും മതി, കാരണം ഒരു സ്വിച്ച്, ഒരു ലൈറ്റ് മാത്രം കൊടുത്തെങ്കിൽ ആ ലൈറ്റ് മാത്രം കൊടുക്കാം. ആ ലൈറ്റിൻ്റെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് നേരെ വന്നതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വന്നു. ബാത്റൂമിൻ്റെ അകത്ത് നേരെ മുകളിലായിട്ട് എൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈറ്റ് പോയിൻറ്റിന് പകരം ഒരു 4 ബോക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ പൈപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിൻ്റെ അകത്തേക്കുള്ള രീതി ഒറ്റ പൈപ്പിലൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ 4 ബോക്സ് വെച്ചു. ആ 4 നമ്മുടെ ഹോൾഡർ വരുന്നത്. ഇത് നമ്മൾ എക്സോസ്റ്റിന് അവിടെ നിന്ന് ഒരു പോയിൻ്റ് പൊക്കി കൊടുത്തു, പിന്നെ ഹീറ്ററിന് പോയിൻ്റ് കൊടുത്തു. ആ വഴി തന്നെ നേരെ വന്നതിന് ശേഷം കണ്ടോ ഒരു ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന 8 മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന മിറർ ലാമ്പ് വരുന്നുണ്ട്. ആ മിറർ ലാമ്പ് കണ്ടോ, വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന മിറർ ലാമ്പ്, എക്സോസ്റ്റ്, പിന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ബെഡ്റൂം, അത്യാവശ്യം വേണ്ട ചെറിയ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ എക്സ്ട്രാ വേണ്ട ഒരു ചെറിയ സിസ്റ്റത്തിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു ചെറിയ ബെഡ്റൂം നമുക്ക് എങ്ങനെ വയറിങ് ചെയ്യാമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.